ഇവളിത് എന്തൊക്കെയാ ഈ പറയുന്നേ? ഓപ്പറേഷൻ നടത്താൻ ആശുപത്രി പോവാനാണെങ്കി അങ്ങ് പോയാ പോരെ, അതിനെന്തിനാ ചെന്ന് നോക്കുന്നേ? അതമ്മേ, വലിയ ആശുപത്രിയല്ലേ, അവിടെ കുറെ കാര്യങ്ങളൊക്കെ എഴുതാനും പൂരിപ്പിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടല്ലേ അവള് പോകുന്നേ. എന്നാലും എനിക്കെന്തോ ഈ ഇടപാട് തന്നെ പിടിച്ചിട്ടില്ല. എന്താടി അവിടെ ഉണ്ണിമായേ ശ്രീമതി തങ്കത്തിന്റെ സംശയം? ഞാൻ എന്തിനാ പോകുന്നല്ലേ? ഞാനേ ഒളിച്ചോടി പോവാ. കൂടെ ഒരു പയ്യനും ഉണ്ട്. ആ, എന്നാ ഞാൻ സന്തോഷിക്കത്തേ ഉള്ളൂ. കേട്ടോ കേട്ടോ, മകൾ ഒളിച്ചോടി പോണെന്ന് പറയുമ്പോ ഇങ്ങനെ മറുപടി പറയുന്ന ഒരാളെ ഭൂമിയിൽ വേറെ കാണാൻ പറ്റുമോ? അതെ, ഹോസ്പിറ്റലിൽ എന്താ പ്രത്യേകിച്ച് പണിയെന്നല്ലേ? അമ്മയുടെ ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടറെ വലിയ തിരക്കുള്ള ഒരാളാ. ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെയാ ആൾക്കാർ കെട്ടിക്കാത്ത് കിടക്കുന്നെ കാണാൻ. ഇതിപ്പോ എനിക്ക് കാണാൻ അവസരം കിട്ടിയതേ ഞാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വഴി ഒരു ശുപാർശ നടത്തിയിട്ടാ. ഡോക്ടറെ കാണണം. അമ്മയുടെ ഇതുവരെയുള്ള ചികിത്സയുടെ എല്ലാ റെക്കോർഡുകളും ഡോക്ടറെ കാണിക്കണം. അതിനുശേഷം ഡോക്ടർ പറയാ എപ്പോ ഓപ്പറേഷൻ നടത്താം, എപ്പോഴാ അഡ്മിറ്റ് ആവേണ്ടെന്നു. മനസ്സിലായോ? എന്നാലും 1-2 ദിവസമൊക്കെ സിറ്റിയില് നീ എവിടെ താമസിക്കും മോളെ? എന്റെ അമ്മേ, ഞങ്ങൾ കുറച്ച് പൊട്ടി പെണ്ണുങ്ങളല്ലേ സിറ്റിയിൽ പോവാത്തുള്ളൂ. അവിടെ എന്തോരം പെണ്ണുങ്ങളുണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ലാതെ അവിടെ താമസിക്കുന്നില്ലേ. പിന്നെ ആരായി പോകുന്നേ? ഇവളെ പിടിച്ചു വിടുന്ന ശേഷിയുള്ള ആരെങ്കിലും ആ സിറ്റിയിൽ ഉണ്ടാവോ? അങ്ങനെ പറഞ്ഞു കൊടുക്കടി, കുറച്ച് ധൈര്യം വരട്ടെ. പോവേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേ. ഇങ്ങോട്ട് നോക്കേ, അല്ലെങ്കിൽ ഞാൻ പോവോ? മോളെ, എന്റെ പേടി കൊണ്ടാ ഞാൻ ചോദിക്കുന്നേ. എടി, നീ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. എന്റെ അമ്മക്കുട്ടി പേടിക്കാനൊന്നും പാടില്ല. നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നേ. അതെ, നിന്നെ പോലെ ആവാൻ എനിക്ക് പറ്റില്ല. പക്ഷേ എന്റെ അമ്മയെ നോക്കുന്ന പോലെ ഞാൻ നോക്കിക്കോളാം. എന്ന് ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. ഞാൻ പറഞ്ഞിട്ടല്ലേ, കരഞ്ഞും തലകുണിച്ചൊന്നും എന്നൊരു വഴിക്ക് പറഞ്ഞു വിടരുതെന്ന്. ചിരിച്ചേ, 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 ചിരിച്ചേ. ഇതാണ് എന്റെ അമ്മ. ഉണ്ണി,